ചങ്ങായിമാരെ, ഞാൻ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മളൊരു കുലസ്ത്രീയായ സംഗിണി ചേച്ചിയെ കുറിച്ചാണ്. സംഗിണി ചേച്ചി ഭാരത മാതാവിനെ കുറിച്ചും ഭാരത സംസ്കാരത്തെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിപ്പിക്കാൻ പോകുന്നത്. വരൂ വരൂ കണ്ടാലും. ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ ഭാരതാംബയുടെ ചിത്രം കണ്ടിട്ട് പിണങ്ങിപ്പോയ മതേതര മന്ത്രിയോടാണ്. ഭാരതാംബയുടെ തലയിൽ ഇതുപോലെ ഒരു തുണി ഉണ്ടായിരുന്നെങ്കിൽ പിണങ്ങിപ്പോകുമായിരുന്നു. ചേച്ചി വേറെ മൂടില്ലാതെ തോന്നുന്നുട്ടോ സംസാരം കേട്ടിട്ട്. പിന്നെ ചേച്ചി തലയിൽ ഇങ്ങനെ തുണിയിടുന്നത് ചേച്ചി ഉദ്ദേശിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ മാത്രമാണെങ്കിൽ ചേച്ചിക്ക് തെറ്റി. ക്രിസ്ത്യൻ യുവതികളും പള്ളിയിൽ പോകുമ്പോൾ തലയിൽ ഇങ്ങനെ തുണിയിടാറുണ്ട്, അതായത് സാരി എടുത്തിടാറുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി അവമാനിച്ചത് ഭാരതാംബയുടെ മക്കളായ ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയാണ്. അതിൽ കൂടി ചേച്ചി ശരിക്കും അവമാനിച്ചത് ഭാരതാംബയാണ്. രാജ്യദ്രോഹമാണ് ചേച്ചി ചെയ്തത്. കുഴപ്പമില്ല, ചേച്ചിയുടെ തലയിൽ ചാണകമായതുകൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല. നമുക്ക് ചേച്ചിയുടെ അടുത്ത തള്ളലിലേക്ക് കടക്കാം. ഭാരതാംബയുടെ നെറ്റിയിൽ ഈ പൊട്ടില്ലായിരുന്നെങ്കിൽ ഉൾക്കൊള്ളുമായിരുന്നു. പിണങ്ങിപ്പോയ മതേതര മന്ത്രിയുടെ പേര് പി പ്രസാദ്. പി പ്രസാദ്, നല്ല പേര്. പിന്നെ തലയിൽ പൊട്ടില്ലേ കുഴപ്പമൊന്നുമില്ല ചേച്ചി. തലയിൽ ചേച്ചിയെ പോലെ ചാണകമാക്കാതിരുന്നാൽ മതി. അത്രമാത്രം നാർന്ന ചാണകവും കൊണ്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്. നമുക്ക് ചേച്ചിയുടെ അടുത്ത തള്ളലിലേക്ക് കടക്കാം. വരൂ. പ്രസാദ് എന്നാൽ ഭാരതത്തിൽ ഭഗവത് ഉച്ഛിഷ്ടം എന്നാണ് അർത്ഥം. നമ്മളൊക്കെ പറഞ്ഞത് ഭഗവാന്റെ പ്രസാദം എന്നാണ്. ഉച്ഛിഷ്ടം എന്നൊക്കെ പറഞ്ഞത് കേട്ടത് മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേധവും 4 നേരവും വെട്ടിവിഴുകുന്ന ചേച്ചിയുടെ സുരേഷ് ഗോപിയാണ് ചേച്ചിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. നമുക്കെല്ലാം ഭഗവാന്റെ പ്രസാദമാണ്. ആ പ്രസാദം നമ്മൾ ഭക്തിയോടുകൂടിയാണ് കാണുന്നത് കേട്ടാ. അതിന് നമ്മൾ ഉച്ഛിഷ്ടം പറയില്ല. ചേച്ചിയെ പോലുള്ള സംഘികളും പറയുമായിരിക്കും ഭഗവാന്റെ പ്രസാദത്തെ ഉച്ഛിഷ്ടം എന്ന്. എന്നാ പിന്നെ അടുത്ത ചേച്ചിയുടെ തള്ളിലേക്ക് കിടക്കാം. വരൂ. 10,000-ൽ പരം വർഷങ്ങളായിട്ട് ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിലുള്ള ഒന്നാണ് കാവി നിറം. ഋഷീശ്വരന്മാരുടെ നിറം, അഗ്നിയുടെ നിറം, സനാതന ധർമ്മത്തിന്റെ നിറം. കാരണം ഈ ഭാരതം ആർഷഭാരതം എന്നാണ് അറിയപ്പെടുന്നത്. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഋഷിമാരാൽ നിർമ്മിച്ചിട്ടുള്ളത്. ആർഷഭാരതം എന്നല്ലേ അറിയപ്പെടുന്നത്, അല്ലാണ്ട് സംഘീഭാരതം എന്നല്ല. ചേച്ചി ഇങ്ങനെ കരയില്ലേ, കുറച്ചുകൂടി ഉറക്കെ കരയൂ ചേച്ചി. നമുക്ക് വീണ്ടും വിട്ടിടത്തിലേക്ക് കടക്കാം. വരൂ. എന്തിനാണ് കേരളത്തിൽ ഇത്രയധികം ഹിന്ദു വിരുദ്ധത അധികാരത്തിന് വേണ്ടി കാണിക്കുന്നത് എന്ന് ഇത്തരക്കാർക്ക് വോട്ട് കൊടുക്കുന്നവരാണ് ചിന്തിക്കേണ്ടത്. കാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സനാതന സംസ്കാരവും എല്ലാം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഭരിക്കാം, അതിന്റെ വരുമാനമെടുക്കാം, അവിടെ എത്തുന്ന ഹിന്ദുക്കളെയും ഭരിക്കാം. പക്ഷേ ആ സംസ്കാരത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെയല്ലേ വൈരുദ്ധ്യാത്മക ഇരട്ടത്താപ്പ് വാദം എന്ന് പറയുന്നത്. വൈരുദ്ധ്യാത്മക ഇരട്ടത്താപ്പ് ചേച്ചിയെപ്പോലുള്ള സംഘികൾക്കുമാണ് ചേച്ചി. അല്ലാണ്ട് കേരളത്തിലെ നല്ലവരായ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമില്ല ചേച്ചി. പിന്നെ ഹിന്ദു വിരുദ്ധത കേരളത്തിലില്ല. സംഘി വിരുദ്ധത നല്ലോണം ഉണ്ട് താനും, നല്ലോണം ഉണ്ട് സംഘി വിരുദ്ധത. പിന്നെ ക്ഷേത്രത്തിലെ പൈസ എടുക്കുന്നത് ചേച്ചിക്ക് അറിയാത്തൊന്നല്ല. ഒരുപാട് വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് ചേച്ചിയെ. അവിടുത്തെ ആവശ്യങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്ന അവിടെയുള്ള തന്ത്രിമാർക്കൊക്കെ കൊടുക്കാനാണ്. ഇതൊക്കെ ഹിന്ദുവിന്റെ കയ്യിൽ തന്നെ എത്തുന്നത് ചേച്ചിക്ക് നല്ലോണം അറിയാം. പക്ഷെ ചേച്ചി പറയാത്തതാണ്. ഇനി ചേച്ചിക്ക് അറിയില്ലെങ്കിൽ ചേച്ചിയുടെ തലയിൽ പൊട്ടല്ല, ചേച്ചിയുടെ തലയിൽ വീണ്ടും ചണകം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് മാസാണെങ്കിൽ തേഞ്ഞു പോയി ചേച്ചി. കുറച്ചും കൂടി ഉസാറാട്ട്. ഇത് ചേച്ചി വേറെന്തോ ഒരു മൂഡിൽ സംസാരിക്കും പോലെ കേട്ടോ. സത്യമായിട്ട് ചേച്ചി അവമാനിക്കുന്നില്ല. ചേച്ചി മാസാണ് ഉദ്ദേശിച്ചെങ്കിൽ സേഞ്ഞ്. അപ്പോ സേഞ്ഞ ചേച്ചിയോടൊപ്പം വീണ്ടും എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സുലാൻ